ഹലോ സ്നാസ് റൈസിൻ്റെ പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി റേസിംഗ് ഗെയിമാണ് കാണിച്ചാൻ പോകുന്നത്. നമ്മുടെ ഈഗിൾ ഗെയിമിൻ്റെയൊക്കെ കാതൊക്കെ പോലത്തുള്ള കാറുകളും പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ കാറുകളും ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഗെയിമാണ്. ഭയങ്കരമായ സൈസൊന്നുമില്ല, ചെറിയൊരു 600-700 MB ആ സൈസൊക്കെ ഉള്ള കുറേ GB-കളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഗെയിമാണ്. പിന്നെ ഇതിൽ ചെറിയൊരു സംഭവം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഗെയിം ചെയ്താൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വോക്സ്വാഗനാണ്. ജസ്റ്റ് കാർസ് എടുത്തിട്ട് നിങ്ങൾക്കുള്ള കാറുകൾ കാണിച്ചു തരാം. നമ്മുടെ വിൻറ്റേജ് കാറുകൾ തൊട്ട് ലക്ഷറി കാറുകൾ അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വണ്ടി. പിന്നെ വേറെ കുറേ ചെറിയ ചെറിയ വണ്ടികളുണ്ട്. നോക്കി, ഇതൊക്കെ നല്ല പണിതൊക്കെ വണ്ടികൾ പോലത്തെ അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ലക്ഷറി വണ്ടികൾ കുറച്ച് കാണിച്ചു തരാം. ഇതേത് വണ്ടി? ലക്ഷറി വണ്ടികൾ ഏറ്റവും ലാസ്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ബെൻസ് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ബെൻസുകളുണ്ട്. ബെൻസിന് തന്നെ പല മോഡലുകളുണ്ട്. പിന്നെ R34 ഉണ്ട്, പിന്നെ വോക്സ്വാഗൻ, പിന്നെ ലാൻഡ് ക്രൂസർ, BMW, പിന്നെ ലെക്സസ്, ജീപ്പ്, ടെസ്ല, അങ്ങനെ കുറേ ഉണ്ട്. BMW തന്നെ പല പല മോഡലുകളുണ്ട്. കുറേ പണിത കാറുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോഡ്ജ് ഉണ്ട്, ഒരുവിധം എല്ലാ വണ്ടികളുണ്ട്. ഓഡി ഉണ്ട്, BMW ഉണ്ട്. ഓഡിയിൽ തന്നെ പണിതിറക്കിയ പോലത്തെ മോഡലുകളുണ്ട്. പിന്നെ ഇതിന് കളർ മാറ്റാൻ സംഭവങ്ങളൊക്കെ പറ്റും. ഇത് മെയ് ബാക്കാണ്. ഇത് ജി വാഗൻ്റെ ബ്രാബസ് എഡിഷൻ ഉണ്ട്. പോർഷെ കുറേ മോഡലുകളുണ്ട്. പിന്നെ ലംബോർഗിനി, കോർവെറ്റ്, പിന്നെ മെക്ലാരൻ, ബുഗാട്ടി, അങ്ങനെ എല്ലാം ഉണ്ട്. ബുഗാട്ടിയുടെ ഏറ്റവും പുതിയ മോഡൽ അടക്കുന്നുണ്ട്. ടോപ്പ് ബില്ലിയോൺ അല്ലത്, അതുകൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ 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 കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോർഷെ എടുത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം. പെയിൻറ്റ് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഒരു ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം. പിന്നെ റിംസ് മാറ്റണമെങ്കിൽ റിംസിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ റിംസിൻ്റെ നമ്മുടെ ഇത് ടൈപ്പ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇത് എടുക്കട്ടെ തൽക്കാലം. അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടിയിലത്തെ സൗണ്ടും ഇൻറ്റീരിയറും രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് വരുന്നത് ഇൻറ്റീരിയർ. അത്യാവശ്യം അടിപൊളി ഇൻറ്റീരിയറാണ്. അപ്പോൾ ഈ സൗണ്ടും കൂടി കേൾപ്പിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ പോലത്തെ വണ്ടി. ഏകദേശം ഓൾമോസ്റ്റ് അതുപോലെയാണ് കളറും ലുക്കും. പിന്നെ ഇവിടെ മുമ്പിൽ ബ്ലാക്ക് കളറും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ ഇൻറ്റീരിയറിൽ നമുക്ക് നമ്മുടെ BMW ലോഗോ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇത് ഇൻറ്റീരിയറുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ പൊട്ടും നമ്മൾ ഓടിക്കുമ്പോൾ സൗണ്ട്. അപ്പോൾ അത് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗെയിമിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ പെയ്ഡാണ്. അതായത് ശരിക്കുള്ള കാശ് എടുത്ത് വാങ്ങുന്ന പോലത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് വണ്ടികൾ മാത്രമേ നമുക്ക് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരുവിധം എല്ലാ വണ്ടികളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മോഡ് കയറ്റിയതാണ് ഈ ഒരു ആപ്പിൻ്റെ. മോഡ് കയറ്റാൻ അത്ര നല്ല സംഭവമല്ല മോഡ് കയറ്റുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് എനിക്ക് ഇന്നത്തെ വണ്ടികളൊക്കെ ഇൻറ്റീരിയർ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഓടിക്കുന്ന ഭയങ്കര ആഗ്രഹം തോന്നിയുകൊണ്ട് ഞാൻ അതിൻ്റെ മോഡ് കയറ്റിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരുവിധം എല്ലാ കാറുകളും ഞാൻ ഓടിച്ച് കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കളിച്ച ഗെയിമിൻ്റെ പേര്, ട്രാഫിക് റേസർ റഷ്യൻ വില്ലേജ്. അപ്പോൾ ഇതാണ് സംഭവം. 4.5 സ്റ്റാർ റേറ്റിംഗ്, 478 MB. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഗെയിമാണ്. അത്യാവശ്യമല്ല, ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ച് നോക്കാം.